ഗായ്സ്, അപ്പോൾ നമ്മൾ ട്രിപ്പിൻ്റെ മൂന്നാമത്തെ ദിവസമാണ്. നമ്മളിന്ന് ഷിംല ടു മണാലിയാണ് പോകാൻ പോകുന്നത്. ഡ്രൈവർ തൻവീർ സിംഗ് ആൻഡ് മൻദീപ് സിംഗ് റെഡി. നമ്മളെ സെക്കൻഡ് ബസ് ആൻഡ് തേർഡ് ബസ്. ഷിംലയിൽ നിന്ന് മണാലിക്ക് 6 മണിക്കൂറോളം യാത്ര ഉണ്ട്. 6.5 മണിക്കൂർ ഉണ്ടെങ്കിൽ കൂടിയിട്ട് ഈ യാത്ര ഒരിക്കലും നിങ്ങളെ ബോറടിപ്പിക്കില്ല. കാരണം രണ്ട് സൈഡിലും നല്ല അസാധ്യ വ്യൂ ആണുള്ളത്. നമ്മൾ അത്രയും ഹൈറ്റിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. സൈഡിലൊക്കെ നല്ല കൊക്കയാണ്. അങ്ങനെ ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വരികയാണ്. അതാണ് ഹോട്ടൽ, അതേപോലെ ഹോട്ടലാണ്. അങ്ങനെ ഞങ്ങൾ ലഞ്ചൊക്കെ കഴിച്ച് വീണ്ടും ഞങ്ങൾ യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിയിൽ നല്ലൊരു ഡാം കണ്ടപ്പോൾ അവിടെ എല്ലാവർക്കും ഫോട്ടോ എടുക്കാനും വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് സ്റ്റോപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. കുട്ടികൾ അവിടെ നിന്ന് റീൽസും ഫോട്ടോസൊക്കെ എടുത്ത് ഒരുപാട് എൻജോയ് ചെയ്ത്. ഹലോ ഗായ്സ്, അപ്പോൾ ഞങ്ങൾ അടുത്ത പരിപാടി വെച്ചാൽ നമ്മൾ നേരെ പോകുന്നു കുളു. അത് കഴിഞ്ഞ ഉടനെ മണാലി, അത് കഴിഞ്ഞ ഉടനെ അടുത്ത സംഭവം. ഇനി മണാലിയിലേക്ക് 86 കിലോമീറ്ററും കൂടിയുണ്ട്. അങ്ങനെ ഞങ്ങൾ യാത്ര വീണ്ടും തുടർന്നു. അങ്ങനെ നമ്മൾ അടുത്ത ടണലിലേക്ക് പോവാണ്. ഇവിടെ വേറൊരു ടണലിൻ്റെ വർക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ടണൽ നമ്പർ 11. അങ്ങനെ നീണ്ട 6.5 മണിക്കൂർ നേരത്തെ യാത്രയ്ക്ക് ശേഷം ഞങ്ങൾ മണാലിയിലെ ഹോട്ടലിലെത്തി. രാത്രി 11 മണിയായി ഹോട്ടലിലെത്തിയപ്പോൾ. അവിടുത്തെ വെതർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 19 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ ക്യാമ്പ് ഫയർ ഒക്കെ അവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. നമുക്ക്
കുട്ടികളൊക്കെ ഒരുപാട് ടയേർഡായിരുന്നു യാത്ര ചെയ്തുകൊണ്ട് തന്നെ. അതുകൊണ്ട് തന്നെ കുട്ടികളൊക്കെ പെട്ടെന്ന് റൂമിലോട്ട് പറഞ്ഞയച്ചു. അങ്ങനെ ടീച്ചേഴ്സൊക്കെ ഇവിടെ ക്യാമ്പ് ഫയറിന് ചുറ്റും നല്ല സംസാരത്തിലായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവരുടെ കൂടെ ചുമ്മാ ജോയിൻ ചെയ്തു. ഞങ്ങളും തന്നെ ഒരുപാട് ടയേർഡായിരുന്നു. അതുകൊണ്ട് ബാക്കി വിശേഷങ്ങളൊക്കെ നമുക്ക് നാളെ കാണാം.